എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു റിച്വൽ മാരേജ് അതങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അതേസമയം ലോങ് ഷോട്ടിൽ കൊനഹമാരു പൊറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് അവളുടെ ആ സ്ലൈഡൊക്കെ ആയിട്ട് അവിടേക്ക് പാഞ്ഞടുക്കും. ഇവിടെയാണെങ്കിൽ അവരോരോ വെള്ളമൊക്കെ കുടിച്ച് പരസ്പരം കൈയൊക്കെ ചേർത്ത് വെച്ച് വെഡിങ്ങിന്റെ ഓരോ പ്രോസസ്സായിട്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് രണ്ടുപേരുടെയും കയ്യിൽ ഓരോ സ്ക്വാഡ് എടുത്ത് കൊടുക്കും. അവർ രണ്ടുപേരും ആ കൊമ്പ് അത് കട്ട് ചെയ്ത് കളയണം. പക്ഷെ ആ ഫിയാൻസി അവനാണെങ്കിൽ അതിന്റെ നടുഭാഗത്ത് ആഞ്ഞു വെട്ടി ഒരു മോൺസ്റ്ററിന്റെ സീലിംഗ് അതങ്ങനെ ബ്രേക്ക് ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ആ ഫിയാൻസിയുടെ ബോഡിയിൽ നിന്നാണെങ്കിൽ സോമയുടെ പവർ അത് മുഴുവനായിട്ടും പുറത്തേക്ക് വരാണ്. കറക്റ്റ് ടൈം കൊനഹമാരും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തി നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ അവരും കണ്ട് അത്ഭുതപ്പെടും. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ അതാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാണ്. ബൊറൂട്ടോ നിഞ്ചിപ്സും ഗെഞ്ചിപ്സും ഒക്കെ എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ബൊറൂട്ടോയുടെ പവർ ഒന്നും അതിന്റെ ബോഡിയിൽ ഫലിക്കില്ല. അതങ്ങനെ കറങ്ങി വന്ന് രണ്ടുപേരുടെ മെമ്മറി അത് കാർന്നെടുക്കുകയാണ്. ബൊറൂട്ടോ ഉടനെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അവനാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അത് കണ്ട ആ മോൺസ്റ്റർ അതിപ്പോ ബൊറൂട്ടോയെ ലക്ഷ്യം വെക്കുകയാണ്. ഇവിടെ കൊനഹമാരു ആണെങ്കിൽ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വന്ന് സീലിംഗ് ജിപ്സൂല് അതിനെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് നിർത്തും. കൊനഹമാരു പറയും ഇത് വെറും ഒരു ടെമ്പററി സീലിംഗ് ജിപ്സ് മാത്രമാണ്, എപ്പോ വേണമെങ്കിലും അത് പുറത്തു വരാം. ആദ്യം നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണെന്ന് അവനിപ്പോ ആ ചുന്ദരി പെണ്ണിനോട് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അവരെല്ലാവരും ദൂരെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ തൊട്ടു മുൻപില് ആ ഫിയാൻസി അവനിപ്പോ പതിയെ കണ്ണു തുറക്കും. അവനാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ഒന്നും ഓർമ്മയില്ല. ആക്ച്വലി കുറച്ച് നാളായിട്ട് അവന്റെ ബോഡി അതാ സോമോ മോൺസ്റ്റർ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. അവനെ കൊണ്ട് അതിനാവശ്യമായുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഉടനെ കൊനഹമാരും ബൊറൂട്ടോയും നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവൻ എങ്ങനെയാണ് ആ സോമ മോൺസ്റ്ററിനെ അതിനെ കണ്ടത് എന്നുള്ള കാര്യം കാണിക്കും. വെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ആ ഒരു പരിശുദ്ധമായ സ്ഥലത്തേക്ക് കടന്നു വരും. അവൻ അറിയാതെ ആ ഒരു സ്ഥലത്ത് അവിടെ കൈവെക്കും. അപ്പോഴായിരിക്കും ആ പവർ അവന്റെ ബോഡിയിലേക്ക് കയറുക. ഇതാ ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പെണ്ണ് പറയും ആ സോമ അതിനാകെ പേടിയുള്ളത് എന്റെ ആ വലിയ ഹെയർ പിന്നിനോട് മാത്രമാണ്. ഇതിന്റെ അടുത്തേക്ക് മാത്രം അത് അടുക്കില്ല. ഉടനെ കൊനഹമാരും ആണെങ്കിൽ ഇപ്പൊ ആ ക്ലിപ്പ് അത് കയ്യിലെടുക്കും. അവള് പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ആ സോമോ മോൺസ്റ്ററിനെ അതിനെ ഞാൻ എന്റെ ബോഡിയിൽ വെച്ച് സീൽ ചെയ്യും. ആ ഫിയാൻസി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അവൻ ടെൻഷനായിട്ട് പറയും പണ്ട് ലേഡിക്കോ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? സോ ഒരു കാരണവശാലും നിന്നെ ഞാൻ അതിനെ അനുവദിക്കില്ല. ആ ലേഡിക്കോ അവർക്കാണെങ്കിൽ അതിനെ സീൽ ചെയ്യുന്ന സമയത്ത് മെമ്മറി ലോസ് ഉണ്ടായി. സോ മോൺസ്റ്ററിന്റെ ഒരേ ഒരു കൊമ്പ് മാത്രമേ അവരെ കൊണ്ട് വെട്ടിക്കളയാനായിട്ട് കഴിഞ്ഞുള്ളൂ. അത് കണ്ട ഞങ്ങളുടെ ക്ലാനിലുള്ള എല്ലാവരും ചേർന്നാണ് മോൺസ്റ്ററിനെ വലിയൊരു കല്ലില് അങ്ങനെ സീൽ ചെയ്ത് വെച്ചത്. ആ സ്ഥലമാണ് നമ്മൾ മുൻപ് കണ്ടത്. അങ്ങനെ നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ആ മോൺസ്റ്റർ ആനിമൽ അതാണെങ്കിൽ ഇപ്പൊ സീലിംഗ് ജിപ്സ് തകർത്ത് പുറത്തേക്ക് വരിക. ശബ്ദം കേട്ട് മൈഗായി ആളാണെങ്കിൽ ഇപ്പൊ വീണ്ടും അവിടേക്ക് വന്ന് അവൻ സമറിൻ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഒരു കുരങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ആ കുരങ്ങന് ചില പ്രത്യേകതയുണ്ട്. അടുത്ത നിമിഷം കൊരങ്ങനും ആ മോൺസ്റ്ററും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അടുത്ത നിമിഷം ആ കൊരങ്ങൻ അതൊരു റാഡായിട്ട് മാറി കൊനഹമാരുവിന്റെ കയ്യിലേക്ക് വരും. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ സീല് പോലെ എന്തോ ഒരു സാധനം ആ ഗുഹയിൽ മുഴുവൻ ഒട്ടിച്ചു വെക്കുകയാണ്. കൊനഹമാരു ആണെങ്കിൽ ആ റാഡ് അത് നേരെ താഞ്ഞടിക്കും. അപ്പൊ കൊരങ്ങന്റെ ഒരു വലിയ കൈ വന്ന് ആ മോൺസ്റ്ററിനെ അതിന്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാണ്. അല്പനേരം അത് ഹോൾഡ് ചെയ്ത് പിടിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അത് വീണ്ടും ബ്രേക്ക് ആയി പോയി ആ മോൺസ്റ്റർ പുറത്തേക്ക് ചാടും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നമ്മുടെ ചുന്ദരി പെണ്ണ് അവൾ അവിടേക്ക് വന്ന് ആ മോൺസ്റ്റർ പവർ മുഴുവനായിട്ടും അവളുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും. അവൾ നിലവിളിച്ചു പറയും കൊനഹമാരു എന്റെ മെമ്മറി പവർ അത് കുറേശ്ശെ നശിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആ കൊമ്പ് അത് വെട്ടിയെറിയ്. പക്ഷെ കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ പതിയെ അവളുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവളെ നെഞ്ചോട് ചായ്ക്കും. നിന്റെ അത്രയും പവറുള്ള ഇത്രയും കഴിവുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവൾക്കാണെങ്കിൽ ഇപ്പൊ പതിയെ പതിയെ പഴയ ഓർമ്മകൾ തിരികെ കിട്ടും. അതിനുശേഷം സിമ്പിളായിട്ട് കൊനഹമാരു ആ രണ്ട് കൊമ്പും വെട്ടി താഴെയിടും. മോൺസ്റ്ററിന് അതിന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അതിപ്പോ പതിയെ പതിയെ നശിക്കുകയാണ്. അതാരുടെയൊക്കെ മെമ്മറി അബ്സോർബ് ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അവരുടെ മെമ്മറി ഇപ്പൊ തിരികെ കിട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ അവൾക്ക്
അവൾക്ക് ബോധം തിരികെ കിട്ടും. അവളുടെ ഫിയാൻസി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് മാരും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ദൂരത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കും. ബൊറൂട്ടോ അവൻ കൊനഹമാരുവെ നിർബന്ധിക്കും, നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് അതിപ്പോഴെങ്കിലും അവളോട് പറയണം. അതിന് കൊനഹമാരു ഇപ്പോഴല്ല, അതിന് സമയമാവുമ്പോ ഞാൻ അവളെ അറിയിക്കുന്നു പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. അതേസമയം ആ ഫിയാൻസി അവനാണെങ്കിൽ ഇപ്പൊ അവൾക്ക് പൊളിപ്പുള്ള ബർഗർ കഴിക്കാൻ തുടങ്ങും. ഇവിടെ ബൊറൂട്ടോയും ഒറ്റയ്ക്കിരിക്കുന്ന കൊനഹമാരുവിന് കഴിക്കാനായി ബർഗറുമായി അവന്റെ അടുത്തേക്ക് വരും. ഉടനെ കൊനഹമാരുവും ആ ബർഗറൊക്കെ കഴിച്ച് പഴയ ഓർമ്മകളൊക്കെ അങ്ങനെ അയവിറക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോ ബൊറൂട്ടോ ആ ടീം അവർ ലീഫ് വില്ലേജില് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവർ ഫുഡൊക്കെ കഴിച്ച് വെക്കേഷൻ അതെങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പോവാണ് എന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യും. ഓരോരുത്തരും അവരുടെ വെക്കേഷൻ അതെങ്ങനെയായിരിക്കും എന്ന് പറയും. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാസുകയായിട്ട് ട്രെയിനിങ് എടുക്കണം എന്നതാണ്. പക്ഷെ സാസുകയാണെങ്കിൽ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്നൊന്നും ബൊറൂട്ടോയ്ക്ക് അറിയില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ സാസുകയെ ഭയങ്കര ഇഷ്ടമാണ്. സാസുകയെ പോലെ ഇത്രയും നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ലീഫ് വില്ലേജിന് വേണ്ടി ഒരു ഷാഡോ പോലെ അദ്ദേഹം ഈ ലോകം മുഴുവൻ കറങ്ങി നടക്കുകയാണ്. എല്ലായിടത്തു നിന്നും വരുന്ന അറ്റാക്കുകൾ അദ്ദേഹം വളരെ ഈസി ആയിട്ട് വില്ലേജിന് പുറത്തു നിന്ന് തന്നെ തടയുന്നു. നമ്മുടെ ഗ്രാമത്തെ അത്രയും സേഫായി പ്രൊട്ടക്ട് ചെയ്യുന്നു. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോ അവൻ റെസ്റ്റോറന്റിന് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും സാസുകയുടെ പരുന്ത് അത് ഹൊക്കാഗയുടെ ഓഫീസ് ലക്ഷ്യമാക്കി പറന്നു പോകുന്നത് ബൊറൂട്ടോ കാണുക. ബൊറൂട്ടോ അതിന്റെ പിന്നാലെ ഫോളോ ചെയ്യും. പക്ഷെ അപ്പോഴേക്കും മാക്സിന്റെ മുൻപിലെത്തി ബെല്ലടിക്കും. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അതിന്റെ കാലിലുള്ള ഇൻഫർമേഷൻ അത് അയച്ചെടുത്ത് ഇപ്പൊ ഹൊക്കാഗയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ പക്ഷിയുടെ അടുത്തേക്ക് വന്ന് ആ ലോക്ക് അഴിച്ചു വിടുകയാണ്. ഇവിടെ മാൻഷനില് ഷിക്കമരുവും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ആ ലെറ്റർ വായിക്കും. സാസുക ഒറുട്സുജിയെ തേടി പോയിട്ടുണ്ടാവും, ഓരോ ഗ്രാമങ്ങളിലേക്കായി പോയിട്ടുണ്ടാവും എന്നായിരിക്കും അതിൽ പ്രധാനമായിട്ടും എഴുതിയിട്ടുണ്ടാവുക. സാസുക പോകുന്ന ഓരോ ലൊക്കേഷനും അത് കറക്റ്റായിട്ട് ആ പേപ്പറിൽ ആൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുക. ഉടനെ ഡോർ തുറന്ന് പുറത്തേക്ക് വരും സാസുകയുടെ പരുന്ത്. അത് അവിടെ മുഴുവൻ വട്ടവിട്ട് പറക്കാണ്. ബൊറൂട്ടോയും ഷിക്കമരുവും ഇപ്പൊ അതിനെ പിടിക്കാൻ അതിന്റെ പിന്നാലെ പോവും. ആ തക്കത്തിന് ബൊറൂട്ടോ അവനകത്തേക്ക് കയറി സാസുകയുടെ കറക്റ്റ് ലൊക്കേഷൻ അതെവിടെയാണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം അവൻ ആ ലൊക്കേഷനിലേക്ക് ഇപ്പൊ ഉഷാറായിട്ട് ഓടുകയാണ്. അങ്ങനെ പോകുമ്പോഴായിരിക്കും ബൊറൂട്ടോ ഇപ്പൊ സാറയെ കണ്ടുമുട്ടുക. അവളോട് അവൻ കാര്യങ്ങളൊന്നും പറയില്ല. അവൾ എങ്ങനെയൊക്കെ ഒഴിവാക്കി ഇപ്പൊ വീട്ടിലേക്ക് വന്ന് അവൻ ട്രെയിനിങ്ങിന് വേണ്ടി അത്യാവശ്യമായിട്ട് മീറ്റ്സികയുടെ അടുത്ത് പോവാണെന്ന് പറഞ്ഞ് അമ്മയോട് അനുവാദം വാങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഷിക്കടയും അവന്റെ അമ്മയും അവർ രണ്ടുപേരും ട്രെയിനില് അവന്റെ അമ്മയുടെ ഗ്രാമത്തിലേക്ക് പോവാണ്. ബൊറൂട്ടോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാവും. അവിടെയുള്ള ഓഫീസർ പറയും ഇനി ട്രെയിൻ 3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അവിടേക്കുള്ളൂ. അപ്പോഴായിരിക്കും ഒരു ഗുഡ്സ് ട്രെയിൻ അവിടേക്ക് വരിക. ബൊറൂട്ടോ ആ ഒരു ട്രെയിനെ കുറിച്ച് ചോദിക്കും. ആള് പറയും അത് ഗുഡ്സ് ട്രെയിൻ ആണ്, അതില് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ബൊറൂട്ടോ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇപ്പൊ ആ ഒരു ഗുഡ്സ് ട്രെയിനിൽ കയറി പറ്റും. അവിടുന്ന് അങ്ങനെ അവന്റെ ട്രാവൽ ആരംഭിച്ച് രാത്രിയും പകലും അവൻ ആ ട്രെയിനിൽ ചെലവഴിക്കും. അങ്ങനെ ഒരു വിധത്തില് അവൻ ആഗ്രഹിച്ച സാഹസികയുള്ള ആ വില്ലേജിൽ എത്തിപ്പെടും. അവൻ നൈസായിട്ട് ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. ബൊറൂട്ടോ ഇപ്പൊ എക്സാക്ട് പ്ലേസ് ലക്ഷ്യമാക്കി അങ്ങനെ നടക്കും. ഒരുപാട് നേരം നടന്നുകൊണ്ട് തന്നെ അവൻ തളർന്ന് താഴേക്ക് വീഴും. അപ്പൊ ഏതോ ഒരു പെൺകുട്ടിയും അവളുടെ പപ്പയും അവർ രണ്ടുപേരും ബൊറൂട്ടോയെ കണ്ട് അവിടുന്ന് എടുത്തോണ്ട് അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ബോധം വരുമ്പോ ആ പെൺകുട്ടി അവൾ നടന്ന കാര്യങ്ങളെല്ലാം ബൊറൂട്ടോയോട് പറയും. ബൊറൂട്ടോ ഒരു ഷിനോബിയാണെന്ന് മനസ്സിലാക്കിയ അവളുടെ പപ്പയ്ക്ക് ബൊറൂട്ടോയെ ഒട്ടും ഇഷ്ടാവില്ല. എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്തു പോകാനായിട്ട് ആള് ബൊറൂട്ടോയോട് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ആള് പറയാ ഷിനോബികള് അവർ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ അടിച്ചു പുറത്താക്കി, ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ച് ഈ രീതിയിലാക്കി മാറ്റി. ബൊറൂട്ടോ പുറത്തിറങ്ങി ചുറ്റും നോക്കും. ആള് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വേലിയൊക്കെ ആരോ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഉടനെ ആളുടെ മകളെയും കൂട്ടി വീടിനകത്തേക്ക് പോവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നും. അവനാണെങ്കിൽ ആ ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ പരിശോധിച്ച് നടക്കും. അപ്പൊ ദൂരത്തായിട്ട് 3 പേര് അവിടെയുള്ള ചെടിയും ധാന്യങ്ങളും ഒക്കെ തന്നെ നശിപ്പിക്കുന്നത് ബൊറൂട്ടോ കാണും. അവരുടെ ലക്ഷ്യം ആ കുഞ്ഞു പെണ്ണിനെയും അവളുടെ പപ്പയെയും അവർ രണ്ടുപേരെയും
അവിടുന്ന് ഓടിക്കുക എന്നതാണ്. വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് വന്ന് ആ കുഞ്ഞു പെണ്ണിനെ അങ്ങനെ പിടിച്ചു വലിച്ച് ഇപ്പൊ അവളുടെ പപ്പയെ ഭീഷണിപ്പെടുത്തും. അത് കണ്ട ബൊറൂട്ടോ അവിടേക്ക് ചാടി വീണ് റെസനൻ പവറൊക്കെ ഉപയോഗിച്ച് അവരെ പേടിപ്പിച്ച് അവിടുന്ന് ഓടിക്കും. ഉടനെ ആ കുഞ്ഞു പെണ്ണും അവളുടെ പപ്പയും അവർ രണ്ടുപേരും ബൊറൂട്ടോട് താങ്ക്സ് പറഞ്ഞ് അവര് പോവാനായിട്ട് ഒരു ചെറിയ ഹാൻഡ് ട്രെയിൻ അവന് കൊടുക്കാണ്. ബൊറൂട്ടോ അതിൽ കയറി നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. അങ്ങനെ കുറെ ദൂരം മുൻപോട്ട് വരുമ്പോ അവൻ സാസുകയും ഗാറയും കണ്ടെത്തും. അവരിപ്പോ ആ ഒറട്സുകി അവനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോയെ കണ്ട് സാസുക അവൻ ഷോക്കാവും. സാസുക ഇപ്പൊ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഒറട്സുകയും ടീമും ആണെങ്കിൽ ആ ഗ്യാപ്പ് ലക്ഷ്യമാക്കി ഇപ്പൊ സാസുകയെ അറ്റാക്ക് ചെയ്യും. വില്ലൻ സാസുകയുടെ നെഞ്ചത്ത് അങ്ങനെ കുത്തി ഇറങ്ങി അവന്റെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം റെനീങ്ക പവർ ഉപയോഗിച്ച് മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകും. അത് കണ്ട് ബൊറൂട്ടോ അവൻ നിലവിളിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.